ഈ ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ഷൈന്റെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നടി നടത്തിയ വെളിപ്പെടുത്തലിൽ പോലീസും വിവരങ്ങൾ ശേഖരിക്കും. അതേസമയം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെ പിടിച്ചുകെട്ടാൻ നടപടികൾ എക്സൈസും ആരംഭിച്ചിട്ടുണ്ട്. ഷൈനിനെ കുറിച്ച് കുറച്ചു നാളുകളായി ഈ ഷൈനെ വേട്ടയാടുന്നു എന്നാണ് നടന്റെ കുടുംബത്തിന്റെ ആരോപണം. ഹോട്ടലിൽ നിന്നും ഓടിയത് ആരോ ഉപദ്രവിക്കാൻ വരുന്നു എന്ന് കരുതിയാണെന്നും ഷൈൻ ടോമിന്റെ അമ്മ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമുക്ക് ആ അമ്മയുടെ ശബ്ദരേഖ കേൾക്കാം. 2-3 ദിവസമായി ന്യൂസ് കിട്ടിയിട്ട് അവന് ഇങ്ങനെ വിഷമത്തിലായിരിക്കും. എന്തെങ്കിലും 2-3 ദിവസമായിട്ട് ന്യൂസുകളിൽ അവനെ തന്നെയല്ലേ. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നത് വിചാരിച്ചിട്ടായിരിക്കും വിളിക്കാറ്. അവന്റെ ജോലിയായിട്ടാണ് നിന്നിരുന്നത്. 2-3 ദിവസം ഡബിങ് ആയിരുന്നു. പല സിനിമകളുടെ ഡബിങ് ഉണ്ടായിരുന്നു, പിന്നെ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. മേലെ അഭിനയിച്ചിട്ട് ഏതെങ്കിലും ആക്ട്രസ് അവനെ പറ്റിയിട്ട് വല്ലതും പറഞ്ഞ നാൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല ഇതുവരെ. ഷൈൻ ടോം ചാക്കോയുടെ അമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് വിവരങ്ങൾ വരുന്നു. ഷൈന്റെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും നടപടിയെടുക്കുക. അമ്മയിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ സസ്പെൻഡ് ചെയ്യാനും സാധ്യതകൾ ഏറെയാണ്. സഹിൻ ആന്റണി ഉണ്ട് വിവരങ്ങളുമായിട്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചുള്ള ആദ്യം തന്നെ ഇയാൾ ഇന്നലെ ഓടിപ്പോയി, ഈ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ ആ സമയം മുതൽ തന്നെ നമ്മളെല്ലാം കാണിച്ചതാണ്. എല്ലാ വാർത്താ മാധ്യമങ്ങളും അതൊക്കെ കൊടുത്തു. ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള പോലീസ് നടപടി, എക്സൈസ് നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നറിയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം പറയാൻ ഷൈൻ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ നടനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം പോലും പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണല്ലോ. തീർച്ചയായിട്ടും സേതു. അതായത് നടൻ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞതിനാണ് പോലീസ് നോട്ടീസ് നൽകുന്നത്. എന്തിനാണ് ഇയാൾ ഓടിയതെന്ന് പോലീസിന് അറിയേണ്ടിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തേടുന്നതിനാണ് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നടിയുടെ വെളിപ്പെടുത്തൽ, ആ സംഭവം പോലീസ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊന്ന്, ഈ വിൻസി അലോഷ്യസ് എറണാകുളത്ത് എത്തിയ ശേഷം ഇവരിൽ നിന്ന് എക്സൈസും വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, താരസംഘടന ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഷൈന്റെ കൂടി വാക്കുകൾ കേട്ട ശേഷമായിരിക്കും, അല്ലെങ്കിൽ വിശദീകരണം കേട്ട ശേഷമായിരിക്കും ഫിലിം ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പം തന്നെ അമ്മ സംഘടനയും എല്ലാം ഈ നടി വിൻസിയുടെ അലോഷ്യസിന്റെ പരാതിയിൽ നടപടി സ്വീകരിക്കുക. ഒപ്പം തന്നെ താരസംഘടനയായ അമ്മയിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സേതു. ശരി സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.